പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മൈസൂരിലാണുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു മൈസൂരിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടെന്ന്. നമ്മളിന്ന് മൈസൂരിൽ നിന്ന് മാണ്ഡ്യ എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അതേ സമയം 8 മണിയാകാൻ പോകുന്നു. റൂമൊക്കെ ചെക്കൗട്ട് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ മൈസൂരിലെ ദേവരാജ മാർക്കറ്റിൻ്റെ കാഴ്ചകളൊക്കെയായിരുന്നു കണ്ടത്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് മൈസൂരിൽ വേറെ ഒന്നും കാണാനായിട്ട് നിൽക്കുന്നില്ല. നേരെ നമുക്ക് മാണ്ഡ്യയ്ക്കുമാണ്. ഇവിടുന്ന് ഒരു 40-42 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. മൈസൂരിലെ പ്രശസ്തമായ ക്ലോക്ക് ടവർ നമുക്കിവിടെ കാണാം. ടൗൺ ഹാളിനോട് ചേർന്നാണ് ഈ ക്ലോക്ക് ടവർ ഉള്ളത്. മൈസൂരിൽ പ്രധാനമായിട്ടും 2 ക്ലോക്ക് ടവറുകളാണുള്ളത്. ഈ ക്ലോക്ക് ടവർ ഇത് ദൊഡ്ഡ ഗഡിയാര എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഇതാണ് വലിയ ക്ലോക്ക് ടവർ. പിന്നെ ചിക്ക ഗഡിയാര ചെറിയ ക്ലോക്ക് ടവർ നമ്മൾ ഇന്നലെ ദേവരാജ മാർക്കറ്റിന് സമീപം കണ്ടായിരുന്നല്ലോ. ഇതിവിടെ 1927 മഹാരാജ കൃഷ്ണരാജ വോഡയാർ നാലാമൻ്റെ 25 വർഷത്തെ ഭരണത്തിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ് കേട്ടോ. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 75 അടിയാണ്. കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഇന്തോ സാർസനിക് ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ആ ക്ലോക്ക് ടവറിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള കൊത്തുപണികളൊക്കെ കാണാനായിട്ട് സാധിക്കും. കന്നഡ അക്കങ്ങളാണ് ക്ലോക്കിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ മൊത്തം 4 വശങ്ങളിലായിട്ട് 4 ക്ലോക്കുകളുണ്ട്. ഏറ്റവും മുകളിലായിട്ടൊരു മണി കാണാം, ഒരു മകുടമുണ്ട്, സമയമൊക്കെ കൃത്യമാണ്. അപ്പം ബ്രിട്ടീഷ് കാലഘട്ടത്തെയും അതുപോലെ തന്നെ വോഡയാർ രാജവംശത്തെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന വിധം അങ്ങനെ നിലകൊള്ളുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ മൈസൂർ തെരുവുകളിൽ ഇങ്ങനെ കച്ചവടക്കാരൊക്കെ നിരന്നു കഴിഞ്ഞു. ഇങ്ങനെയുള്ള വണ്ടികളിലാണ് കച്ചവടം നടത്തുന്നത് കേട്ടോ. തെരുവ് കച്ചവടം ആക്റ്റീവായിട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ. 8 മണി കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഇതുകൊണ്ട് ഇവിടുത്തെ സ്മാർട്ട് ബസാർ കണ്ടോ, ഇതൊക്കെ നല്ല തിരക്കായി തുടങ്ങിയ രാവിലെ തന്നെ. നമുക്കിനി സബർബൻ ബസ് സ്റ്റാൻഡിലേക്കാണ് പോകേണ്ടത് കേട്ടോ, കർണാടക RTC ബസ് സ്റ്റാൻഡ്. അപ്പോൾ അവിടുന്ന് ബാംഗ്ലൂർ പോകുന്ന ഏത് ബസ്സിൽ കയറിയാലും നമുക്ക് മാണ്ഡ്യയിൽ ഇറങ്ങാം. മൈസൂർ ബാംഗ്ലൂർ റോഡിലാണ്. മാണ്ഡ്യ കർണാടകയിലെ ഒരു ജില്ലയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ KSRTC ബസ് സ്റ്റാൻഡ്. സബർബൻ ബസ് സ്റ്റാൻഡ് എന്നാണ് ഈ ബസ് സ്റ്റാൻഡ് ഔദ്യോഗികമായിട്ട് അറിയപ്പെടുന്നത് കേട്ടോ. ഇവിടെ 2 ബസ് സ്റ്റാൻഡുകളുണ്ട്. ഈ സബർബൻ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഇൻ്റർസ്റ്റേറ്റൊക്കെ ലോങ് സർവീസൊക്കെ നടത്തുന്ന ബസ്സുകളൊക്കെ സർവീസ് നടത്തുന്നത് കേട്ടോ. അതുപോലെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന ബസ്സുകളൊക്കെ ഈ ഒരു ബസ് സ്റ്റാൻഡിലേക്കാണ് വരുന്നത്. ഇതിൻ്റെ അപ്പുറമായിട്ട് വേറെ ബസ് സ്റ്റാൻഡുണ്ട്. അവിടുന്ന് ലോക്കൽ സർവീസുകളൊക്കെയാണ് പോകുന്നത് കേട്ടോ. ഇവിടുന്ന് മൈസൂരിലേക്ക് എപ്പോഴും തന്നെ ബസ്സുകളുണ്ട്. കാരണം പ്രധാന നഗരങ്ങളാണല്ലോ ഈ മൈസൂറും ബാംഗ്ലൂരും കണക്ട് ചെയ്തുകൊണ്ട് എപ്പോഴും തന്നെ ബസ്സുകളുണ്ട്. ആ കിടക്കുന്ന ബസ്സുകളെല്ലാം മൈസൂരിലേക്ക് പോകേണ്ടതാണ് കേട്ടോ. അപ്പം ബസ് നോക്കി നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരുപാട് ബസ്സുകൾ അറ്റ് എ ടൈം തന്നെ ഇവിടുന്ന് പോകുന്നുണ്ട്. നമ്മുടെ KSRTC സൂപ്പർ ഫാസ്റ്റ് കിടക്കണുണ്ടോ, തൃശ്ശൂർക്ക് പോകുന്നതാണ്. സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, താമരശ്ശേരി, മഞ്ചേരി, പെരിന്തൽമണ്ണ, പട്ടാമ്പി, ഷൊർണൂർ വഴി തൃശ്ശൂരിന് പോകുന്ന വണ്ടി. സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, താമരശ്ശേരി വഴി കോഴിക്കോടിന് സർവീസ് നടത്തുന്ന കർണാടക RTCയുടെ ബസ്സും നമുക്കിവിടെ കാണാം. അപ്പോൾ മാണ്ഡ്യയിലേക്കുള്ള നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. 40 കിലോമീറ്റർ 43 മിനിറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 40 മിനിറ്റ് അടുത്ത് യാത്ര ഉണ്ടായിരുന്നു. ഇപ്പം മാണ്ഡ്യയിൽ വന്ന് ബസ് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്തോ ഉത്സവമൊക്കെ നടക്കുമെന്ന് തോന്നുന്നു. അത്യാവശ്യം വലിയൊരു ടൗൺ തന്നെയാണ് മാണ്ഡ്യ. നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തമിഴ്നാട് വെച്ച് കമ്പയർ ചെയ്യുന്നതിനും കർണാടകയിലേക്ക് വന്നപ്പോൾ ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത് കുറച്ചുകൂടെ വൃത്തിയുണ്ട്. അതിപ്പം ടൗണുകളാണെന്നുണ്ടെങ്കിലും ഗ്രാമങ്ങളിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാലും ഒരു ഉന്തുവണ്ടിയിൽ നിറയെ സാധനങ്ങൾ, വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് വിൽക്കുന്നത് കേട്ടോ. 10 rupees to 500. 10 രൂപ മുതൽ 500 രൂപ വരെയുള്ള സാധനങ്ങളുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. എല്ലാം ഉണ്ട്. വണ്ടി നിറയെ ദൂരെ സാധനങ്ങളാകും. നോക്കി, വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, പാത്രങ്ങളും എല്ലാ സാധനവും ഉണ്ടല്ലേ. ചെറിയ സാധനം, പെരിയ സാധനം ഉണ്ട്, എല്ലാം ഉണ്ട്. എത്ര വർഷമായിട്ടാണ് ഈ കച്ചവടം നടത്തുന്നത്? എത്ര വർഷമായിട്ട് നടത്തുന്നു ഈ കച്ചവടം? 20 വർഷം. പേരെന്താ? ജെറോമോസ്. ഇവിടെയാണോ ജനിച്ചതൊക്കെ? ഇവിടെ തന്നെയാണോ? മലയാളം എങ്ങനെയാണ് പഠിച്ചേ? അതെ അല്ലേ. മലയാളി കസ്റ്റമേഴ്സൊക്കെ ഉണ്ടോ? ബാംഗ്ലൂരിലുണ്ടല്ലേ, അവിടെ മലയാളിക്ക്. ഇതിങ്ങനെ വിളിച്ചു പറയാനായിട്ടൊരു ഒരു കോളാമ്പിയൊക്കെ ഉണ്ടേ, അനൗൺസ് ചെയ്യാനായിട്ട്. പ്ലാസ്റ്റിക് ഐറ്റംകളും അതിൽ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കാണ്. കണ്ടല്ലോ മലയാളം, മലയാളി. ആളെന്താ പറഞ്ഞേ? ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം എല്ലാം അറിയാം അല്ലേ? സാധനങ്ങളൊക്കെ എല്ലാവരും മേടിക്കും എല്ലാ ദിവസവും? നല്ല മേടിക്കും. മേടിക്കും അല്ലേ? ഡെയിലി ഒരു 500 രൂപ കിട്ടും.
500 രൂപ. 8 മണിക്ക് പോകാൻ 11 മണി 3 അവർ 4 അവർ. 11 മണി കൊണ്ട് തീരും. 8 മണിക്ക് തുടങ്ങുന്നത് അല്ലേ? യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം കേട്ടോ. ബ്രഷ് ഇത് എത്രയാണ്? 50 റുപ്പീസ്. ഓക്കെ, നന്നായിട്ട് തന്നേരെ. നല്ല തണലുണ്ടേ ഈ ടൗണിൽ കൂടെ നടക്കാൻ. ഒത്തിരി മരങ്ങളുണ്ട്. നമ്മൾ ബാംഗ്ലൂരൊക്കെ കാണുന്ന പോലെ തന്നെ. മാണ്ഡ്യനെ കർണാടകയിലെ ഷുഗർ സിറ്റി എന്ന് വിളിക്കാറുണ്ട്. ഇവിടെ വൻതോതിൽ കരിമ്പ് കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. കരിമ്പ് കൃഷിയുടെ പേരിലാണ് ഈ മാണ്ഡ്യ അറിയപ്പെടുന്നത് തന്നെ. അപ്പോൾ ഔട്ടർ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ കൃഷിയിടങ്ങളും അതുപോലെ അതിനോടനുബന്ധിച്ച് ശർക്കര ഉണ്ടാക്കുന്ന യൂണിറ്റുകളൊക്കെ ഉണ്ട്. പിന്നെ പഞ്ചസാര ഉണ്ടാക്കുന്ന ഫാക്ടറികളൊക്കെ ഈ മാണ്ഡ്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടൗണിൽ നിന്ന് നമ്മളിപ്പോൾ കുറച്ച് ഉള്ളിലോട്ട് കയറി വന്നേ. ടൗണിലങ്ങനെ പ്രത്യേകിച്ച് വലിയ കാഴ്ചകളൊന്നുമില്ല. മെയിനായിട്ടും മാണ്ഡ്യയിൽ വന്ന് തന്നെ ഇവിടുത്തെ ഗ്രാമങ്ങൾ കാണുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. പിന്നെ ഇവിടുത്തെ കരിമ്പ് കൃഷിയും ശർക്കര നിർമ്മാണവും അതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കരിമ്പും തോട്ടങ്ങൾ നമുക്ക് ഒരുപാട് കാണാം. അത് മാത്രമല്ല, ഇവിടെ കരിമ്പും തോട്ടങ്ങളും പിന്നെ ഇടയ്ക്ക് നെൽപ്പാടങ്ങൾ കാണാം. എന്നിരുന്നാലും ഒരു മേജർ പോർഷൻ തന്നെ കരിമ്പും തോട്ടങ്ങളാണ്. വലിയ തോട്ടങ്ങൾ ഇത് കണ്ടില്ലേ? അതിങ്ങനെ ഓരോ പ്രായത്തിലുള്ള കരിമ്പും തോട്ടങ്ങൾ നമുക്ക് കാണാം. അതായത് ഇപ്പം വിളവെടുക്കാറായിട്ടുള്ളതും ഇത് പല ടൈമിൽ ഇവിടെ കൃഷി ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ നെൽപ്പാടങ്ങളുണ്ട് കേട്ടോ. അങ്ങിങ്ങായിട്ട് നമുക്ക് കാണാം. നല്ല പച്ച പുതച്ച് നിൽക്കുന്ന നെൽപ്പാടങ്ങളാണ് ഇവിടെ എങ്ങുള്ളത്. ഈ പൊരി വെയിലത്ത് നടക്കുന്ന വഴിയിൽ കാണുന്ന ഇങ്ങനെയുള്ള വലിയ മരങ്ങൾ തന്നെയാണ് ഏറെ ആശ്വാസം പകരുന്നത്. ബാംഗ്ലൂർ ഭാഗത്തു നിന്ന് വരുന്ന ട്രെയിനായിരിക്കും മൈസൂർ ഭാഗത്തേക്ക്. അപ്പോൾ നമുക്ക് ഈ മാണ്ഡ്യയിലേക്ക് ട്രെയിൻ മാർഗവും വരാം കേട്ടോ. മാണ്ഡ്യയിൽ റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട് ടൗണിൽ തന്നെ. ഇതിൻ്റെ താഴേക്കൂടെ ചെറിയൊരു തോടൊക്കെ അങ്ങ് ഒഴുകി പോകുന്നുണ്ട്. വലിയൊരു കരിമ്പിൻ തോട്ടമാണേ. ഇതിങ്ങനെ പാകമായിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഈ കരിമ്പ് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ 12 മാസം ടൈം എടുക്കും കേട്ടോ വിളവെടുക്കണമെന്നുണ്ടെങ്കിൽ. ഈ വെള്ളം കണ്ടില്ലേ? ഈ വെള്ളം എവിടെ നിന്നൊക്കെയോ ഇങ്ങനെ ചാല് തിരിച്ചു വിട്ടേക്കുന്നതാണ് കരിമ്പിൻ ചെടികളുടെ ചുവട്ടിൽ കൂടെ. പൂർണ്ണ വളർച്ചയെത്തിയ കരിമ്പുകളൊന്നും ഇവിടെ കാണാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ കരിമ്പിൻ തോട്ടത്തിൽ ഒരക്ക കണ്ടില്ലേ? ആടിനെ തീറ്റുവാണ്. പിന്നെ ഇതേ കരിമ്പിൻ തോട്ടത്തിൽ നിന്നൊക്കെ പുല്ലൊക്കെ പറിച്ച് ആടിന് കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഏകദേശമൊക്കെ ഒരു എന്താ പറയുക, വിളവെടുക്കാറായിട്ട് നിൽക്കുന്ന കരിമ്പുകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. കണ്ടില്ലേ? ആയിട്ടില്ല, കുറച്ച് ടൈമോടെ ആകും. ഇതിൻ്റെ തണ്ട് കുറച്ചുകൂടെ മൂത്ത് വരുന്നേ ഉള്ളൂ. ഈ മാണ്ഡ്യ ജില്ലയിൽ മൊത്തം 7 താലൂക്കുകളാണ് ഉള്ളത്. അതിൽ മാണ്ഡ്യ ഒരു താലൂക്കാണ്. അതുകൂടാതെ തന്നെ മദ്ദൂര്, മലവള്ളി, പാണ്ഡവപുര, ശ്രീരംഗപട്ടണ, അതുപോലെ തന്നെ നാഗമംഗല, KR പേട്ട, അങ്ങനെ മൊത്തം 7 താലൂക്കുകളാണ്. അതുപോലെ തന്നെ ഈ കരിമ്പ് കൃഷി പ്രധാനമായിട്ടും ചെയ്യുന്ന താലൂക്കുകൾ മാണ്ഡ്യ, പാണ്ഡവപുര, ശ്രീരംഗപട്ടണ, മദ്ദൂര് എന്നീ താലൂക്കുകളിലാണ് പ്രധാനമായിട്ടും. നമ്മൾ മൈസൂരിൽ നിന്ന് പോരുമ്പോഴത്തേനും ശ്രീരംഗപട്ടണം കഴിഞ്ഞാൽ പിന്നെ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് വലിയ കരിമ്പ് തോട്ടങ്ങളാണ്. അങ്ങിങ്ങായിട്ട് നമുക്ക് ഒരുപാട് തോട്ടങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ ഈ കൃഷി ചെയ്യാനായിട്ട് ഇവർ വെള്ളം സംഭരിക്കുന്നത് കണ്ടില്ലേ? ഇങ്ങനെയുള്ള കുളങ്ങളൊക്കെ കുത്തിയിട്ടുണ്ടേ. അത് നിറയെ വെള്ളമുണ്ട്. ഈ കൃഷിയിടങ്ങളിലൊന്നും ആരും തന്നെ ഇല്ല കേട്ടോ. അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ എന്തേ ഇവിടെ ഊരിയിട്ടൊരു ചെരുപ്പ് കാണാം. ഇത് കണ്ടില്ലേ? ആ തോട്ടിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി വന്ന് അവിടെ അങ്ങ് കെട്ടി നിർത്തിയേക്കുവാണ്. കണ്ടില്ലേ? ആ ഫ്ലോ കൺട്രോൾ ചെയ്യാനായിട്ട്. അങ്ങനെ ആ കൃഷിയിടത്തിലേക്ക് ഡീവിയേറ്റ് ചെയ്ത് വിടുന്നുണ്ട്. ആ വെള്ളം അതിലെ ആ തോടുകളിലേക്കൊക്കെ പോയി അങ്ങനെ പല ഭാഗത്തേക്കും അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ? ഇവിടെ കരിമ്പ് വീണ്ടും നടാനായിട്ടായിരിക്കും. ഇവിടുന്ന് കരിമ്പ് വിളവെടുത്ത് കഴിഞ്ഞ ശേഷം നില ഇളക്കിയിട്ടേക്കുന്നതാണ്. ഈ മണ്ണ് നോക്കി, നല്ല കറുത്ത മണ്ണ്. അപ്പോൾ കരിമ്പ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഭൂഘടനയാണ് ഇവിടെ ഉള്ളത് കേട്ടോ മാണ്ഡ്യയിൽ. അതുകൊണ്ട് തന്നെയാണല്ലോ ഇവിടെ വൻതോതിൽ കരിമ്പ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇവരെ ഈ കൃഷിക്ക് വേണ്ടിയിട്ട് വെള്ളം കൊണ്ടുവന്ന് കണ്ടില്ല, ഇങ്ങനെയുള്ള ചെറിയൊരു കനാൽ കേട്ടോ. അപ്പോൾ അവർ ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ വെള്ളം കറക്റ്റായിട്ട് കടത്തി വിടാനായിട്ട് ആ കനാൽ അകലേന്ന് വരുന്നതാണ്. അല്ലിന്താ അല്ലിന്ത് വരും. ഓക്കെ. അപ്പോൾ ഈ വെള്ളം വരുന്നത് KRS ഡാമിൽ നിന്നാണ് കേട്ടോ. നമ്മുടെ മൈസൂരിലെ ഡാമില്ലേ, ബൃന്ദാവൻ ഗാർഡനിൽ അവിടെ ഒരു ഡാം ഉണ്ടല്ലോ. അപ്പോൾ ആ ഡാമിൽ നിന്ന് തുറന്നു വിടുന്ന വെള്ളമാണ്. ആ വെള്ളം വെച്ചിട്ടാണ് ഇവിടെ ഈ കൃഷികളെല്ലാം നടത്തുന്നത് അല്ലേ? കബു, കരിമ്പാണ് പ്രധാനമായിട്ടും. റാഗി, ചോളം, റാഗി എല്ലാം ഉണ്ടല്ലേ? ശരി. ഈ കരിമ്പും തോട്ടങ്ങളുടെയൊക്കെ ഇടയിൽ നെൽപ്പാടങ്ങൾ കാണുന്നത് തന്നെ മനസ്സിന് വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. അപ്പം കുറച്ച് ഭാഗത്തൊന്നും അല്ല ഈ നെൽകൃഷി ചെയ്തേക്കുന്നത്, അങ്ങ് മുന്നോട്ട് കുറേ ഏരിയയിൽ തന്നെയുണ്ട് കേട്ടോ. ഇതൊക്കെ ഈ വഴിയരികിൽ വലിയൊരു ആൽമരത്തിൻ്റെ ഇലകളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ തളിർത്ത് നിൽക്കുവാണ്. ആൽമരത്തിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ ഒരു തട്ടൊക്കെ പണിതിട്ടുണ്ടേ. ഒരു ചെറിയൊരു അമ്പലമാണോ
അതെ കേട്ടോ, ഒരു നാഗപ്രതിഷ്ഠയാണ് അതിനുള്ളിലുള്ളത്. ഒന്നും ചെയ്യില്ല അല്ലേ? എല്ലേ ഇതേ മനെ. അപ്പോൾ നമുക്കും കാളവണ്ടിയിൽ പോവാം. എങ്കിയാ ആ അയ്യോ, കാളവണ്ടിയിലൊന്ന് ഇരിക്കാം എന്തായാലും. ആ ഓക്കെ ശരി. ആ കാല് മേളിൽ കയറ്റി വയ്ക്കണം പറഞ്ഞേ. ನಿಮ್ಗೆ ಹೆಸರು? ತಿಮ್ಮೇಗೌಡ. കൊള്ളാട്ടോ. ഗ്രാമപാതയിലൂടെ ഇങ്ങനെ കാളവണ്ടിയിലൊക്കെ സഞ്ചരിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലോചിച്ചൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ. അയ്യോ, ഇവിടെ ഇരിപ്പെന്ന് പറഞ്ഞാലേ അങ്ങനെ നമുക്ക് ഇരുന്ന് ശീലമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കാല് ഒരു വിധത്തിൽ ഇങ്ങനെ നീട്ടിയാണ് വെച്ചേക്കുന്നത്. നമുക്കങ്ങനെ പ്രോപ്പറായിട്ട് ഇരിക്കാൻ പറ്റുമൊന്നുമില്ല. ഇവിടെ ഒരു കോവിലുണ്ട്, ഹനുമാൻ കോവിൽ. ഓ, ഇതൊരു ഹള്ളിയാണ് കേട്ടോ. ഇത് ಹಳ್ಳಿ ಹೆಸರು സിദ്ധൈക്കപുരം. അപ്പോൾ ഞാനിവിടെ ഇറങ്ങിയിട്ട് കാരണം വെച്ചാൽ എനിക്ക് അങ്ങനെ ഇരുന്ന് ശീലമില്ല. കാല് നീട്ടി വെച്ച് ഇരുന്ന് കാലിന് വേദന, നമുക്കങ്ങനെ പ്രോപ്പറായിട്ട് ഇരിക്കാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ ഇത് നോക്കെ വലിയൊരു കലപ്പ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ കന്നഡയിൽ ലേഗൽ എന്നാണ് പറയുന്നത്, ലേഗൽ കലപ്പയ്ക്ക്. അത് കലപ്പയും ഇത് നുഖമാണ്, നുഖം കാളയുടെ കഴുത്തിൽ വെച്ച് കെട്ടുന്നത് എന്നെല്ലാം ഉഴുന്ന സമയത്ത്. അപ്പോഴീ ഗ്രാമത്തിലേക്ക് വന്നപ്പോൾ എന്താ ഇവിടെ പശുത്തൊഴുത്തുകളും ഒക്കെ നമുക്കിവിടെ കാണാം കേട്ടോ. ആടുകളുണ്ട്, പശുക്കളുണ്ട്. ഇവിടെ നമുക്കൊരു കാളവണ്ടി കാണാം. ഇവിടുത്തെ കാളവണ്ടികളുടെ ചക്രം കണ്ടില്ലേ, ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. വാഹനങ്ങളുടെയൊക്കെ ചക്രം പോലെ തന്നെ. അപ്പം അതിൽ തീറ്റയൊക്കെ, അതായത് പുല്ലാണ് നിറച്ച് വെച്ചിരിക്കുന്നത്. ആ തൊഴുത്തിൽ കുറേ പശുക്കളുണ്ട്, ചെമ്മരിയാടുകളും ഒരു കിടാവൊക്കെ ഉണ്ട്. ನಿಮ್ಗೆ ಮನೆ ಹಾಂ ಊಟ ಆಯ್ತಾ? ಹಾಂ ಹಾಂ ಇಲ್ಲ ಊಟ ಆಯಿತು. ഇവിടുത്തെ വീടുകളൊക്കെ നോക്കി കണ്ടില്ലേ, ഓട് മേഞ്ഞ വീടുകളാണേ. ട്രഡീഷണൽ ആയിട്ടുള്ള വീടുകളാണ് കേട്ടോ കൂടുതലും. അത്യാവശ്യം പുരോഗതിയിലൊക്കെ ജീവിക്കുന്നവരാണ്. ഇവരുടെ വീടുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം. നമ്മൾ തമിഴ് ഗ്രാമങ്ങളിലൊക്കെ കാണുന്ന പോലെ അല്ല, കുറച്ചുകൂടെ മെച്ചപ്പെട്ട സാഹചര്യങ്ങളിലാണ് ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിലൊക്കെ ഉള്ള ഇവരൊക്കെ ജീവിക്കുന്നത് കേട്ടോ. കൃഷി തന്നെയാണ് പ്രധാനമായിട്ടും. നല്ലൊരു ഹള്ളി അല്ലേ, ഹള്ളി കർണാടകയിലെ ഗ്രാമങ്ങൾക്ക് ഹള്ളി എന്നാണ് പറയുന്നത്. ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നോക്കി ബോഗൺവില്ല പൂത്തെളിഞ്ഞ് നിൽക്കുന്നുണ്ടോ. ഓ, വലിയൊരു ഗ്രാമം തന്നെയാണ്. ഒത്തിരി വീടുകൾ നമുക്ക് കാണാം കേട്ടോ. ഇങ്ങനെ എല്ലാം അടുത്തടുത്തടുത്തായിട്ടാണ് വീടുകൾ. അപ്പോൾ ഈ വീടുകളെല്ലാം വരുന്നതിൻ്റെ ഒരു മധ്യഭാഗമാണ് ഈ കാണുന്നത്, വലിയൊരു നടുമുറ്റം പോലെ. അതിന് ചുറ്റിനുമായിട്ട് ധാരാളം വീടുകളുണ്ട്. കണ്ടില്ലേ, അവിടെ ഒരു കിണർ നമുക്ക് കാണാം കണ്ടോ. ഇതിൻ്റെ ഒരു കോട്ടയാട് കിണർ നോക്കി. ഇവിടെയൊക്കെ ഉണക്ക മുളക് അതും മല്ലിയൊക്കെയാണ് വെയിൽ കൊള്ളാനായിട്ട് നിരത്തിയിട്ടിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഗ്രാമമാണ്. ഈ വീട് നോക്കി, ഇത് കണ്ടില്ലേ, ഒരു പഴയൊരു വീടാണ്, മണ്ണ് കൊണ്ട് ഭിത്തി കെട്ടിയിരിക്കുന്ന വീട്. അപ്പോൾ ആ വീടും അങ്ങനെ തന്നെയാണ്, മൺകട്ട വെച്ചിട്ട് അതിൻ്റെ ഒരു പ്ലാസ്റ്ററിങ് എല്ലാം അടന്നു പോയി അങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരു വർഷം പഴക്കമുള്ള വീടാന്ന് തോന്നുന്നു. ഓട് മേഞ്ഞേക്കുന്ന വീടാണ്. ആ, ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ തന്നെ. കണ്ടില്ലേ, ചെറിയൊരു ബേക്കറിയും. പിന്നെ അവിടെ എന്തൊക്കെയോ കാണാം നമുക്ക്. കടകളാണോ അതോ സ്ഥാപനങ്ങളൊക്കെയാണോന്ന് അറിയില്ല. കാളകൾക്ക് കുറച്ച് സ്പീഡ് കൂടിയേ വീടെത്താറായതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇവിടെ ചെറിയൊരു ബാർബർ ഷോപ്പ് നമുക്ക് കാണാം കണ്ടോ. പിന്നെ കുറേ കടകളും സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ. നന്ദിനി മിൽക്കിൻ്റെ ഒരു യൂണിറ്റാണ് തോന്നുന്നു കാണണേ. അതെ കേട്ടോ, നന്ദിനി മിൽക്ക് നമ്മുടെ കേരളത്തിലെ മിൽമയ്ക്കുള്ള സ്ഥാനമാണ് കർണാടകയിൽ നന്ദിനി മിൽക്ക് എന്നുള്ളത് കേട്ടോ. കുറേ കടകളുണ്ട്. കടയുടെയൊക്കെ മുന്നിൽ 1-2 പേരൊക്കെ അവിടെ വിശ്രമിക്കുന്നു. പാവങ്ങളാട്ടോ പണിയെടുക്കുന്ന കണ്ടില്ലേ. ഗ്രാമത്തിലുള്ള എല്ലാവരും എന്നെ നോക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ ക്യാമറയും കൊണ്ടൊക്കെ നടക്കുന്നതുകൊണ്ടേ. ഇത് കണ്ടില്ലേ, വീടുകളുടെയൊക്കെ മുന്നിൽ കോലമൊക്കെ വരച്ചേക്കുന്നത്.
ಹಿಂಗೆ ಅಲ್ಲೋಗಿ ಬರ್ತೀನಿ ನಾನು ಹಾಂ ಅಲ್ಲೋಗಿ ಅಲ್ಲೇ ಕಬ್ಬದ ಅಲ್ಲೇ ಇಟ್ಕೊಬನ್ನಿ ನಿಮ್ಗೆ ಏನು ಬೇಕಾದ್ರೆ ಬರ್ತೀನಿ ನಾನು ആ ശരി താങ്ക്സ് ಥ್ಯಾಂಕ್ಸ್ ആ അണ്ണൻ്റെ വീട്ടിലേക്ക് എണ്ണം പോയി നമുക്ക് ഇവിടുന്ന് ഇവിടെ ഒരു ശർക്കര ഉണ്ടാക്കുന്ന യൂണിറ്റ് ഉണ്ട് അതൊന്ന് പോയി കാണാം സ്റ്റീൽ പാത്രങ്ങൾ വിൽക്കുന്ന കണ്ടില്ലേ ബൈക്കിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഈ വീടുകളൊക്കെ ഉള്ള സ്ഥലത്ത് ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിൽ ഇതുപോലെയുള്ള കച്ചവടങ്ങളൊക്കെ നടത്തുന്ന ഒരുപാട് പേരുണ്ട് പച്ചക്കറികൾ ഇങ്ങനെയുള്ള സാധനങ്ങളും വീട്ടുപകരണങ്ങളൊക്കെ അപ്പോൾ എന്താ ഇത് ശർക്കര വെല്ലം നിർമ്മിക്കുന്ന ഒരു യൂണിറ്റാണ് കേട്ടോ ഇത്തരത്തിൽ ഒരുപാട് യൂണിറ്റുകൾ മാണ്ടിയാലെ പല സ്ഥലങ്ങളിലുമായിട്ട് ഉൾപ്രദേശങ്ങളിലേക്ക് വന്നാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് പെർമിഷനൊക്കെ ചോദിച്ചിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ ഇവിടെ ലൈവായിട്ട് ശർക്കര നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വെല്ലം എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ ഉള്ള ഉണ്ട ശർക്കരയല്ല ഇത് കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെയുള്ള തടികളിൽ അതിൻ്റെ അച്ചിങ്ങനെ കൊത്തി വെച്ചേക്കുവാണ് കണ്ടോ ഒരു ക്യൂബ് ഷേപ്പിൽ അപ്പോൾ ഇതിലേക്കാണ് ശർക്കര ഒഴിക്കുന്നത് ചൂടാക്കിയിട്ട് കണ്ടില്ലേ നമുക്കവിടെ കാണാം എന്തായാലും നമുക്ക് ഇതിൻ്റെ പ്രോസസ്സൊക്കെ ഒന്ന് കാണാം കേട്ടോ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ അതുകൊണ്ട് ഇവിടെ കരിമ്പ് തോട്ടത്തിൽ നിന്ന് പറിച്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് ആദ്യം മുതൽ കാണാം ഇതെങ്ങനെയാണെന്ന് ഇതിൻ്റെ പ്രോസസ്സ് അറിയാമായിരിക്കും നിങ്ങൾക്കൊക്കെ നമ്മുടെ നാട്ടിൽ മറയൂരിലൊക്കെ ശർക്കരയൊക്കെ നിർമ്മിക്കുന്നത് കണ്ടിട്ടില്ലേ അപ്പോൾ അതേ ഒരു രീതി തന്നെയാണ് കണ്ടോ അപ്പം ആ ഒരു അച്ച് ക്ലീൻ ചെയ്യുവാണ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് തോട്ടങ്ങളിൽ പോയി കരിമ്പും തണ്ടുകൾ കണ്ടിരുന്നുണ്ട് അപ്പോൾ കരിമ്പിൻ്റെ ചണ്ടിയാണ് ആ കൂട്ടിയിട്ടിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഉൽപ്പാദനമൊക്കെ കഴിഞ്ഞിട്ടുള്ള ചണ്ടിയാണ് അത് കത്തിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കും അപ്പോൾ കരിമ്പും തണ്ടുകൾ ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടേക്കുവാണ് ഈ തണ്ടുകൾ എന്ത് ചെയ്യും എടുത്തിട്ട് ഇവിടെ ജ്യൂസ് അടിക്കുന്ന ഒരു മെഷീനുണ്ട് ഉണ്ട് ഈ തണ്ടുകളൊക്കെ ജ്യൂസ് അടിക്കാനായിട്ട് ഇവിടെ കൊണ്ട് വെച്ചേക്കുന്നതാണ് അതിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ കരിമ്പ് ജ്യൂസൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കില്ലേ സെയിം പ്രോസസ്സ് അതിൻ്റെ വലിയൊരു മെഷീനാണ് അപ്പോൾ കരിമ്പും തണ്ടുകൾ ഇട്ട് കൊടുക്കും കരിമ്പും ജ്യൂസ് ഇതിലെ പോയിട്ട് അതിലെ പാസ് ചെയ്ത് വന്നത് ഇതിലെ ഈ ഒരു ടാങ്കിലേക്കാണ് വന്ന് ചാടുന്നത് കേട്ടോ അപ്പോൾ ജ്യൂസ് എടുത്ത ശേഷമുള്ള കരിമ്പിൻ്റെ ചണ്ടി ഒരു കൺവെയർ ബെൽറ്റ് വഴി മുന്നോട്ട് പാസ് ചെയ്ത് പോകുന്നുണ്ട് അത് കണ്ടില്ല അതൊരു ഡ്രയറാണ് ഈ കരിമ്പിൻ്റെ ചണ്ടി ഡ്രൈ ആക്കാനായിട്ട് സ്ഥാപിച്ചേക്കുന്ന ഡ്രയറാണ് അപ്പോൾ നല്ലപോലെ ഈ കരിമ്പിൻ്റെ ചണ്ടി ആ ഡ്രയറിൽ കിടന്നിട്ട് ഡ്രൈ ആയിട്ട് മറ്റൊരു കൺവെയർ ബെൽറ്റ് വഴി ഇവിടെ വന്ന് കളക്ട് ചെയ്യുവേ അപ്പോൾ ഇത് കത്തിക്കാനായിട്ട് ഉപയോഗിക്കുവേ ആ ജ്യൂസ് ഇതിൽ വന്നിട്ട് ഇവിടെ മൊത്തം 4 ടാങ്കുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്ന ജ്യൂസ് ചാടും ഇപ്പോൾ നമുക്ക് കാണാം ഇതിൽ നിറയെ അഴുക്കാണ് ഓക്കെ ആ പത പോലെ കിടക്കാണ്ടില്ല അതൊക്കെ അഴുക്കാണ് കേട്ടോ ഇനി ആ അഴുക്ക് ക്ലീൻ ചെയ്യണം അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി കാണുന്ന 3 ടാങ്കുകളിലാണ് ഇത് ബോയിൽ ചെയ്യണം കേട്ടോ ഇതിൽ തിളപ്പിക്കുകയൊന്നുമില്ല ഇവിടെയാണ് ബോയിൽ ചെയ്യണേ അപ്പം ഇത് കണ്ടോ ഒന്നാമത്തെ ടാങ്കിൽ വരുമ്പോഴത്തേനും ഇതിൽ അഴുക്കുണ്ടായിരിക്കും ആ അഴുക്ക് കോരി ഈ വീപ്പയിലേക്ക് മാറ്റും അതുപോലെ ആ ഒരു ടാങ്കിലും കാണും അഴുക്ക് അവിടെ നിന്നും ചെല്ലുമ്പോഴത്തേനും പൂർണ്ണമായിട്ട് ക്ലീൻ ആയിട്ടുണ്ടായിരിക്കില്ല അത് കണ്ടില്ലേ അഴുക്ക് കോരി വീപ്പയിലേക്ക് മാറ്റുന്നുണ്ടോ കണ്ടില്ലേ അപ്പം ഇവിടെ ഉണ്ടാവും കേട്ടോ ഇവിടെ നമുക്ക് കാണാം ആ ഫൈനലായിട്ട് വരുന്ന 4ാമത്തെ ടാങ്ക് അപ്പോൾ അവിടെ വരുമ്പോഴത്തേനും അഴുക്കൊന്നും ഉണ്ടാവില്ല ക്ലീൻ ആയിരിക്കും കേട്ടോ അപ്പോൾ അത് ഡയറക്റ്റ് ഇതിലേക്ക് തുറന്നു വിടുകയാണ് ചെയ്യുന്നത് അപ്പം മൊത്തം വന്നിട്ട് ഇത് 3 ഘട്ടങ്ങളായിട്ടാണ് കേട്ടോ ഇത് തിളപ്പിക്കുന്നത് ഇതെന്താണ് അകത്തേക്ക് ഒരു പൊടി ഇടുന്നുണ്ടേ അപ്പോൾ ഇത് സോഡാപ്പൊടി ഇത് അഴുക്ക് പൊങ്ങി വരാനായിട്ട് ഇടുന്ന കേട്ടോ അതെടുത്തിടുന്നുണ്ട് അന്നേരം അഴുക്ക് തെളിഞ്ഞു വരും കണ്ടില്ലേ അപ്പോൾ നമുക്ക് ഈ അണ്ണനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം എനിക്ക് കുറച്ചൊക്കെ കന്നഡ അറിയാം അത് വെച്ച് ಅಡ್ಜಸ್ಟ್ ചെയ്യാം ನಿಮ್ಗೆ ಹೆಸರು ಶಿವಣ್ಣ ನಾವು 20 ಟನ್ನು ಡೈಲಿ ಕ್ರಷಿಂಗ್ ಮಾಡ್ತೀವಿ ಅದರಲ್ಲಿ 19 ಕ್ವಿಂಟಲ್ ಬೆಲ್ಲ ತೆಗಿತೀವಿ 19 ಕ್ವಿಂಟಲ್ಲು ಪ್ರೊಡಕ್ಷನ್ ಮಾಡ್ತೀವಿ ಅದನ್ನು APMC ಮಾರ್ಕೆಟ್ಗೆ ಹಾಕ್ತೀವಿ ಬೆಂಗಳೂರಿಗೆ ಹಾಕ್ತೀವಿ ಕೇರಳ ಹೋಯ್ತದೆ ഓക്കെ അതായത് ഇവിടെ ഡെയിലി 19 ടൺ വെല്ലം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതിനുശേഷം ഇവിടുന്ന് ഇവർ സെയിൽ ചെയ്യുന്നത് APMC മാർക്കറ്റുകളിലാണ് അതായത് കർണാടകയിലെ ഒരു മെയിൻ മാർക്കറ്റാണ് APMC എന്ന് പറയും അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് മാർക്കറ്റിംഗ് കമ്മിറ്റി ആരാണ് APMCയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് അപ്പോൾ APMCയുടെ ഒരുപാട് മാർക്കറ്റുകൾ കർണാടകയിലെ പല സ്ഥലങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് മാണ്ടിയിലൊക്കെ ഉണ്ട് അപ്പോൾ മാണ്ടിയിലേക്ക് കൊണ്ടോ മൈസൂരിൽ സെയിൽ ചെയ്യും നമ്മുടെ കേരളത്തിലേക്ക് വരുന്നുണ്ട് ബാംഗ്ലൂരുണ്ട് നമ്മുടെ കേരളത്തിലേക്കൊക്കെ വരുന്നുണ്ട് ആന്ധ്ര എല്ലായിടത്തേക്കും അപ്പോൾ ഈ അടുപ്പ് കത്തിക്കുന്ന ഇന്ധനം എന്ന് പറയുന്നത് ഈ കരിമ്പിൻ്റെ ചണ്ടിയാണ് വേസ്റ്റായിട്ട് പുറത്തേക്ക് വരുന്ന ചണ്ടി ഉപയോഗിച്ചിട്ടാണ് കണ്ടോ തീയിട്ടേക്കുന്ന കണ്ടില്ലേ കത്തിക്കുന്നത് അതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ലൈവായിട്ട് കാരണം അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കുക ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഏകദേശം പാകമായി കഴിയുമ്പോഴാണ് ആ ടാപ്പ് തുറന്ന് ഇതിലേക്ക് ഇടുന്നത് കേട്ടോ ഇതിൻ്റെ അടി കൂടെ പൈപ്പ് പോകുന്നുണ്ട് കേട്ടോ നേരെ ആ ടാങ്കിൽ വരും ഫൈനലായിട്ട് വരുന്നത് ഇത് ഇവിടെയാണ് കരിമ്പും ജ്യൂസാണ് ഈ തിളച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അയ്യോ എന്നാ ചൂടാൻ നോക്കി ടാപ്പ് ഓപ്പൺ ചെയ്ത് വിട്ടേ ഇത് നോക്കേ ആ ശർക്കര പാനി ചൂടായ പാനി ഒഴുകി വരുന്ന കണ്ടില്ലേ
പായസത്തിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് വരുന്നുണ്ട്. ഇന്ന് വിഷുവാണ്. വിഷുവിന് ഞാൻ ദേ ഇവിടെ കർണാടകയിലാണ് കേട്ടോ. വിഷുവിന് വീട്ടിൽ പോകാൻ പറ്റിയില്ല. അതെന്താണ് അത്? ഓയിലാ? ഓയില് ലിക്വിഡ്? ആ, എന്താ ഒരു ലിക്വിഡൊക്കെ ഇതിലേക്ക് ചേർക്കുന്നുണ്ടേ. പിന്നെ കളറ് ചേർക്കും. ഈ ജാഗരിയിൽ ഫുഡ് കളർ ചേർക്കുന്നുണ്ട് കേട്ടോ. ഓറഞ്ച് നിറം ലഭിക്കാനായിട്ട് ചേർക്കുന്ന കേട്ടോ. കേസരി കളർ എന്ന് പറയും. അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കും. എന്നിട്ട് അത് മിക്സ് ചെയ്തിട്ട് അപ്പോൾ ഇതിലേക്ക് ഒഴിക്കും. യെല്ലോ കളർ ഇതിയാ? യെല്ലോ കേസരി കളർ. യെല്ലോ ഇല്ല. ആ, യെല്ലോ കളർ ഇല്ല കേട്ടോ. യെല്ലോ കളർ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ളൊരു നിറമാണേ. കണ്ടോ, കളർ ചേർത്ത് കഴിഞ്ഞു. ഇനി ഇത് ഇളക്കി കൂട്ടുവാണ്. കണ്ടോ, അതിൻ്റെ നിറം മാറണമില്ല. കുറച്ച് 1-2 പാക്കറ്റ് മാത്രമാണ് പൊട്ടിച്ചിട്ടുള്ളൂ. തന്നെ നിറം മാറണമില്ല. ഇവിടെ നമുക്ക് നിൽക്കാൻ സാധിക്കില്ല കേട്ടോ. അത്ര ചൂടാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ജാഗരി ഇളക്കുന്ന സമയം തന്നെ ഇവിടെ ഈ അച്ചുകൾ റെഡിയാക്കാനുള്ള ജോലിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ ഒരു റെയിലാണ് ഇതിങ്ങനെ മൂവ് ചെയ്യാനായിട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ വെള്ളമൊക്കെ ഒഴിച്ചത് ക്ലീൻ ചെയ്യും. അതിനുശേഷം അത് കഴുകി കമത്തി വെച്ചേക്കുവാണ് അതിലുള്ള വെള്ളം ഇതൊക്കെ പോകാനായിട്ട്. ഇത് തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. അല്ലേ, തടിയിൽ കൊത്തി എടുത്തേക്കുന്നതാണ്. അവിടെ അതെല്ലാം നീക്കി വെക്കുന്നു. കണ്ടോ, അത് മറിച്ചിട്ട് ഉണ്ടല്ലേ മൊത്തം വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചേക്കുവാണ്. ഇനി ഇതിലേക്ക് അവിടുന്ന് എടുത്തുകൊണ്ട് വന്ന് ഒഴിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത് നമുക്ക് കാണാം. ഇതിങ്ങനെ ഒറ്റ തടിയിൽ, ഇത് കണ്ടില്ലേ, ഒറ്റ തടിയിൽ കൊത്തിയെടുത്ത്. ഇപ്പം കളറെല്ലാം മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ആ കരിമ്പിൻ്റെ സ്വാഭാവികമായിട്ടുള്ള നിറം മാറിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആ മാർക്കറ്റിൽ ഈ വെല്ലം ടേസ്റ്റ് ചെയ്തായിരുന്നല്ലോ. അപ്പോൾ ഓറഞ്ച് കളറിലൊക്കെ. അപ്പോൾ അവർ കളർ ചേർക്കും തന്നെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ചേർക്കുന്നത്, കളർ ചേർക്കുന്നത് കേട്ടോ. ഈ ടാങ്കിൽ നിന്ന് എങ്ങനെയാണ് അച്ചുകളിലേക്ക് മാറ്റുന്നത്? ഇളക്കലൊക്കെ നിർത്തിയിട്ടുണ്ട്. ഓ, ഈ ബക്കറ്റിലേക്ക് ഇങ്ങനെ സംഭരിക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട്. ഇനി അത് കൊണ്ടുപോയി അച്ചുകളിലേക്ക് ഒഴിക്കും. കണ്ടോ, ഇങ്ങനെ വാടിച്ചു വിടും. അതെല്ലാം നല്ല രീതിയിൽ ഫില്ലാവും കേട്ടോ. അപ്പം അങ്ങനെയാണ് പരിപാടി. ഒരു തുള്ളി പോലും പുറത്തേക്ക് പോകുന്നില്ല. കറക്റ്റായിട്ട് ആ കുഴിയിലേക്ക് വീഴുന്നുണ്ട്. ഇത് പല വലുപ്പത്തിൽ നിർമ്മിക്കും കേട്ടോ. ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം തന്നെ സെയിം വലുപ്പം തന്നെയാണ്. ഇതിൻ്റെ ചെറിയതുണ്ട്, അങ്ങനെ പല വലുപ്പങ്ങളിലുള്ള അച്ചുകളുണ്ട്. ഇതൊക്കെ കരിമ്പൻ തണ്ടിൽ കുറച്ച് ശർക്കര ആക്കിയിട്ട് അതിലേക്ക് വന്നാൽ കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. നല്ല ചൂടുണ്ട്, നമുക്ക് നോക്കാം. ചൂട് കുറഞ്ഞിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. ചൂട് ശർക്കര, ലൈവായിട്ട് ഉണ്ടാക്കിയ ശർക്കര അപ്പോൾ തന്നെ ആദ്യമായിട്ട് കഴിക്കുകയാണ്. ആ കളർ ചേർത്തതിൻ്റെ കളറിന് അങ്ങനെ ഫ്ലേവറൊന്നും ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ സാധാ നമ്മുടെ ശർക്കരയില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ആ ചൂടോടെ കഴിക്കാനേ അത് വേറൊരു ഫീൽ തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ശർക്കരകളെല്ലാം തന്നെ അതേ മറിച്ചു കേട്ടോ. അത് കാണാൻ പറ്റിയില്ല, ഞാൻ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നേ. ഒരു 15 to 20 മിനിറ്റ് കഴിഞ്ഞാൽ ഇതിന്ന് വിട്ടുപോരും കേട്ടോ. ഇപ്പോൾ ചെറിയൊരു ചൂടുണ്ട്. ഇനി ഇത് പാക്ക് ചെയ്യാൻ പോകണം കേട്ടോ. ആ ബോക്സുകൾ വെച്ചേക്കുന്നുണ്ടല്ലേ. അപ്പോൾ ചൂട് കംപ്ലീറ്റ് ആറുന്നതിന് മുന്നേ ബോക്സുകളിലാക്കും. അപ്പോൾ എന്തായാലും നമുക്ക് മറിക്കുന്നത് കാണാം. ദേ ആ സമയം കൊണ്ട് അവരവിടെ ഫില്ല് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇവിടെ 2 സെക്ഷനിലായിട്ടാണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പ്രോസസ്സ് കഴിയുമ്പോഴത്തേനും അത് റെഡിയാവും, അവിടെ ചെയ്യും. അപ്പോൾ ഇവിടെ കാലത്ത് 5 മണിക്ക് പണി തുടങ്ങുന്നതാണ് കേട്ടോ. വൈകിട്ടൊരു 6 മണി 7 മണി വരെ ഉണ്ട്. അപ്പോൾ ഇവിടെ 6 പേര് ജോലി ചെയ്യുന്നുണ്ട്. കാരണം അത്രയും ടൈം വർക്ക് ചെയ്തെങ്കിൽ മാത്രമാണ് ആ അണ്ണം പറഞ്ഞില്ലേ 19 ടണ്ണ് ജാഗറി ഇറക്കാൻ പറ്റുള്ളൂ ഒരു ദിവസം ആകുമ്പോഴത്തേന്. അപ്പോൾ ഇതെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു 20 മിനിറ്റ് മാക്സിമം. അപ്പോൾ എനിക്ക് ഭക്ഷണമൊക്കെ കൊണ്ട് തന്നെ ചോറും സാമ്പാറും ആണ് കേട്ടോ. ഇവിടെ അടുത്ത് ഹോട്ടലൊന്നുമില്ല.
അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ പോകുമെന്ന് പറഞ്ഞപ്പോഴത്തേനും അവർ പോകണ്ട, ഇവിടെ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരും ഫുഡ് കഴിക്കാൻ തുടങ്ങുവാണ്. ആ കൂട്ടത്തിൽ എനിക്കും മേടിച്ച് തന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് മറിക്കാൻ പോവുകയാണേ. കണ്ടോ, ഇപ്പോഴും അത് താഴേക്ക് വന്നിട്ടില്ല, അതിൽ സ്റ്റിക്കായിട്ടിരിക്കുകയാണ്. കണ്ടോ, താഴേക്ക് വീഴുന്നത് നമുക്ക് കാണാം കേട്ടോ. ഇതെല്ലാം തന്നെ വീഴുന്നുണ്ട്. ഈ വീഴാത്തത് എങ്ങനെയാണ് അവർ എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നല്ല അധ്വാനമുള്ള പണിയാണ് കേട്ടോ. കണ്ടോ, ഇതെല്ലാ തടികളും മറിച്ചിട്ടുണ്ട്. ഒരു പായ വിരിച്ചിട്ടുണ്ട് താഴെ, ആ പായയിലേക്കാണ് അത് ചാടുന്നത്. കണ്ടോ, അതെല്ലാം തന്നെ ചാടി വരുന്നുണ്ട്. അങ്ങനെ ചിലത് മാത്രമാണ് സ്റ്റിക്കായിട്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ചാടാത്തവന്മാരൊക്കെ എങ്ങനെയാണ് പുറത്ത് ചാടിക്കുന്നതെന്ന് കണ്ടല്ലോ. ഇനി അവർ ഇവിടുന്ന് ചെക്ക് ചെയ്യുവാണേ, വീഴാതെ നിൽക്കുന്ന എന്തെങ്കിലും കൊണ്ടുപോകുന്നത് കണ്ടോ. അറിയാൻ പറ്റും നമുക്ക്. കണ്ടോ, പറ്റി പിടിച്ചിരിക്കാണ്. കണ്ടോ, അതിലൊന്നുമില്ല, എല്ലാം താഴെ വീണിട്ടുണ്ട്. ആ ക്യൂബുകളെല്ലാം എടുത്തിട്ട് ബോക്സിൽ അടുക്കി വയ്ക്കുവാണേ. ഇപ്പോഴും ചെറിയൊരു ചൂടുണ്ട് ഇതിൽ. അത് ശരിക്കും ചൂടാറുന്നതിന് മുന്നേ പാക്ക് ചെയ്യും കേട്ടോ. ഇത് അവരുടെ ഗോഡൗൺ ആണ്. ഈ പ്രൊഡക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ബോക്സുകളിലാക്കി അടുക്കി വെച്ചേക്കുന്നത് കണ്ടില്ലേ. അതേസമയം ഇവിടെ ഒരു ലോറിയൊക്കെ വന്നു കേട്ടോ. ഇനി ഇവിടുന്ന് ലോഡ് കയറ്റി വിടുവാണ്. കണ്ടോ, അതിന് മുന്നേ ഇതിൻ്റെ തൂക്കം നോക്കണം. മൊത്തം ഇതിൽ 5 ബോക്സാണ് വെച്ചിരിക്കുന്നത്. 5 ബോക്സ് വെച്ചപ്പോഴത്തേനും 135 കിലോ, 0.350. അപ്പോൾ ഇതിൻ്റെ പിന്നിലായിട്ട് ഇവിടെ 1-2 കുഴികളൊക്കെ കുത്തിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ആ കിടക്കണുണ്ടോ, ആ വേസ്റ്റ് കൊണ്ട് ഇതിൻ്റെ അകത്താണ് നിക്ഷേപിക്കുന്നത്. അപ്പോൾ ശർക്കര നിർമ്മാണം, വെല്ലം നിർമ്മിക്കുന്നതൊക്കെ കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇനി എന്തായാലും ഇവിടുന്ന് തിരിക്കാം. അണ്ണാ ബൈ. ശരി. നല്ല കുറച്ച് ആൾക്കാർ ഇവിടെ കരിമ്പ് കൃഷി ആരംഭിക്കുന്നത് ജൂൺ മാസത്തിലാണ്. ജൂൺ ജൂലൈ ടൈമിലാണ് മെയിനായിട്ടും ചെയ്യുന്നത് കേട്ടോ. അതങ്ങനെ ഒരു നവംബർ വരെയുള്ള കാലയളവിൽ പല ടൈമിലായിട്ട് കൃഷി ഇറക്കാറുണ്ട്. പിന്നെ ജൂൺ ജൂലൈ മാസം എന്ന് പറയുന്നത് മൺസൂണാണല്ലോ. അപ്പോൾ മാക്സിമം മൺസൂൺ ഇവർക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. അങ്ങനെ മൊത്തം 12 മാസം വേണം ഇത് വിളഞ്ഞ് പാകമാകുമ്പോഴത്തേനും. അപ്പോൾ അവിടുന്ന് നമുക്ക് കൃത്യമായിട്ടുള്ള റേറ്റ് ഒന്നും അറിയാൻ സാധിച്ചില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവിടുന്ന് ചില്ലറ വിൽപ്പനയില്ല കേട്ടോ. ബൾക്കായിട്ടാണ് പോകുന്നത്. കണ്ടില്ലേ, അത്തരത്തിൽ ബൾക്കായിട്ടാണ് പോകുന്നത്. പിന്നെ അത് മാർക്കറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് ഒരു 50 രൂപയൊക്കെ മുതൽ 50 രൂപ, 60 രൂപ, 70 രൂപ ആ ഒരു റേഞ്ചിലൊക്കെയാണ് വരുന്നത് കിലോയ്ക്ക്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. നമ്മുടെ ഈ വീഡിയോ വരുമ്പോഴത്തേക്കും വിഷു കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ആയിട്ടുണ്ടായിരിക്കും. ഇപ്രാവശ്യം വിഷു കർണാടകയിൽ ആഘോഷിക്കാമെന്ന് വിചാരിച്ചിട്ട്. ആഘോഷമൊന്നുമില്ല, കർണാടകയിലായി പോയി, നാട്ടിൽ പോകാൻ പറ്റിയില്ല. പിന്നെ ഒരു വിഷുതേ ഇങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ മാണ്ഡ്യയിലെ ചെറിയ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.